ഹായ്, ഞാനൊരു സ്റ്റോറി പറയാം. കഴിഞ്ഞ എനിക്ക് കുട്ടൂസിനുണ്ടാവുന്നതിന് 1 വർഷം മുന്നേ മുതൽ ഞാൻ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും കുട്ടൂസിനെ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഒരു 4-5 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ ഡാൻസ് പഠിക്കാനായിട്ട് പോയി. ക്ലാസിക്കൽ ഡാൻസാണ്, ഭരതനാട്യം. കലാമണ്ഡലം സുജിത ടീച്ചറുടെ അടുത്താണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാനൊരു 2 കൊല്ലം കണ്ടിന്യൂ ചെയ്തു. ഞാൻ എൻ്റെ കുട്ടൂസിന് ഒരു 90 ആയപ്പോൾ തന്നെ 90-ൻ്റെ അന്ന് പ്രസവിച്ച് 90-ൻ്റെ അന്ന് ഞാൻ ഡാൻസ് ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അവനെ പായിലൊക്കെ ഇരുത്തിയിട്ടാണ് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമ്മുടെ കളരി പോയി അവിടെ പായൊക്കെ വിരിച്ച് അവനെ കിടത്തിയിട്ടൊക്കെയായിരുന്നു ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ ടീച്ചറായാലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ നല്ല സമയം ചീത്ത സമയം അതൊക്കെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനൊരു ചീത്ത സമയത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഷാമു പറഞ്ഞു, നീ കണ്ടിന്യൂ ചെയ്യും, നമുക്ക് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഫേസ് ചെയ്യാം, നീ മുന്നോട്ട് പോകുമെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ എനിക്ക് മെൻ്റലിയും ഫിസിക്കലി ഒന്നും എനിക്കിത് പറ്റാതെ പോയി. അങ്ങനെ അറ്റ് ലാസ്റ്റ് നല്ല സമയം, ചീത്ത സമയം കഴിഞ്ഞാൽ നല്ല സമയം വരുമെന്നാണല്ലോ, അങ്ങനൊരു നല്ല സമയം വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ അതേ എനർജിയിൽ ഞാനിപ്പോൾ ഇന്ന് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് ഡാൻസ് നിർത്തിയപ്പോൾ ടീച്ചർ ഒരുപാട് ചോദിച്ചു, എന്തുകൊണ്ട് നീ നിർത്തുന്നു, നീ കണ്ടിന്യൂ ചെയ്യും, നിൻ്റെ ഡ്രീമല്ലേ എന്നൊക്കെ. പക്ഷേ എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ അന്ന് എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇനി 4-5 മാസം കഴിഞ്ഞ് അരങ്ങേറ്റമാണ്. പക്ഷേ എനിക്ക് അവിടെ അരങ്ങേറ്റത്തിൽ ഞാൻ കയറേണ്ടതായിരുന്നു, പക്ഷെ പറ്റിയില്ല. എന്തായാലും ഇന്ന് മുതൽ ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും അനുഗ്രഹം വേണം. അപ്പോൾ നമുക്ക് റിയാലിറ്റിയിലോട്ട് പോയി ഇന്ന് ഞാൻ അവിടെ പോകുമ്പോൾ അവരുടെയൊക്കെ ഫേസ് എങ്ങനെയാണെന്നൊക്കെ കാണാം. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ചെറിയൊരു ദക്ഷിണയൊക്കെ വെക്കണം, കാരണം കുറേ ഇച്ചിരി ഗ്യാപ്പ് വന്നു. 2 മണിക്ക് എത്തേണ്ട ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അടയ്ക്ക കിട്ടാനില്ലാത്തതുകൊണ്ട് നാട് മുഴുവൻ ഞാൻ തിണ്ടലായിരുന്നു. നമ്മളവിടെ എത്തി. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല തിരിച്ച് ഇവിടെ വന്ന് ഇതുപോലെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന്. ദൈവാനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒട്ടും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയ ഒരു വേദി അല്ല ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമുള്ള ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.